കുറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ മരങ്ങളാവുന്ന ചെടികളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് മണ്ണില്ലാതെ എങ്ങനെ തന്നെ നട്ടുപിടിപ്പിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഞാനിന്ന് നടാൻ പോകുന്നത് ഇരുമ്പാമ്പുളിയുടെ തൈയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചെമ്മീൻ പുളി എന്ന് പറയും. പല നാടുകളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ടെറസിൽ നമ്മളിത് നട്ടുപിടിപ്പിക്കാൻ പോകുമ്പോൾ വെയിറ്റ് കുറഞ്ഞ രീതിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ടെറസ് ഗാർഡനിൽ ഞാൻ ഇങ്ങനത്തെ വലിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, വലിയ മരങ്ങളാകുന്ന ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ബോഡിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രമ്മ് പോലത്തെ സംഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വലിയ പെയിൻറ്റും ബക്കറ്റുകൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിത് നടാൻ പോകുന്നത് ഫ്രിഡ്ജാണ്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബോഡി നമ്മളിത് ആക്രിക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന സംഭവമാണ് ചകിരിയും ചിരട്ടയൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തെ ആളുകളൊക്കെ ഇത് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അടുപ്പും സംഭവങ്ങളൊന്നുമില്ല. കുറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ജീവിതം. അപ്പോൾ ഞങ്ങളിതാ ഇതുപോലുള്ള ചിരട്ടയും ചകിരിയൊക്കെ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. നമുക്കിതെങ്ങനെ നമ്മുടെ പരിസരം വൃത്തിയായി കിടക്കുന്ന രീതിയിൽ ഇതെങ്ങനെ സംസ്കരിക്കാം എന്നുള്ള ഒരു രീതി കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കൃഷി രീതി. അപ്പോൾ ഇതേപോലെയുള്ള ചിരട്ടകൾ നമ്മൾ ഇങ്ങനെ അടിയിലിട്ട് കൊടുത്താൽ, നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ബോഡിയിൽ നമ്മൾ വെള്ളം പോകാനുള്ള ഡ്രൈനേജ് ഹോളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഇതുപോലെ ചിരട്ടയും ചകിരിയൊക്കെ ഇട്ട് കൊടുത്താൽ അത് വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല രീതിയിൽ തന്നെ ചെടി വേര് പിടിച്ച് കിട്ടാൻ വേണ്ടി സഹായിക്കും കേട്ടോ. ചെടികളുടെ വേരിന് ചീച്ചലും സംഭവങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതാ ചിരട്ടയും ചകിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന കരിയിലയാണ് കേട്ടോ. കരിയില എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു മാവുണ്ട്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു വലിയ മാവുണ്ട് കേട്ടോ. 2 മാവുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ കരിയില അടിച്ചു വാരി കൊണ്ടുവരും. ഈ കരിയില നമ്മൾ അടിച്ചു വാരി കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചു വാരുമ്പോൾ അതവിടെ വീട്ടിൽ ഒരു മൂലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അഴുകി അതങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് ചെയ്യുക. ഇതേപോലെ നമ്മൾ ചെടികൾ നടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴോ അത് നല്ല ചെടികൾക്ക് നല്ല വളമായി മാറുകയും അതുപോലെ തന്നെ നമ്മുടെ പരിസരം വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ഇരുമ്പാമ്പുളി പോലത്തെ മരങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ നട്ടുപിടിപ്പിക്കുന്നത്. ഞാൻ ആരുടെയും ടെറസിൽ ഇതുവരെ ഇരുമ്പാമ്പുളി നട്ടുപിടിപ്പിച്ചിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ ഇരുമ്പാമ്പുളി പോലത്തുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് കായ ഉണ്ടായവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇവിടെ പറയണം കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചകിരി ഇട്ടു, ചിരട്ട ഇട്ടു, പിന്നെ അതുപോലെ തന്നെ കരിയില അത്യാവശ്യത്തിന് ആ ഒരു ഫ്രിഡ്ജിൻ്റെ നിറയുന്ന രീതിയിൽ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ നടുവിലായിട്ടാണ് ഞാൻ ഇരുമ്പാമ്പുളി വെക്കാൻ പോകുന്നത്. എനിക്ക് ഒരു ചെറിയൊരു തൈ കിട്ടിയ സമയത്ത് ഞാൻ അതിനെ ചെറിയൊരു എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ചട്ടിയിലാണ് കേട്ടോ പിടിപ്പിച്ചത്. അപ്പോൾ അതാണ് ഇതിലേക്ക് നമ്മൾ ഇറക്കി വെക്കാൻ പോകുന്നത്. നമുക്ക് ഇതേപോലെയുള്ള ചെറിയ തൈകളൊക്കെ വേറെയും കിട്ടുകയാണെങ്കിൽ, വേറെ ചെടികളിലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഇതേപോലെ നമ്മളൊരു ചെറിയൊരു ചട്ടിയിൽ പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ നടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ വിത്ത് മുളപ്പിക്കുകയാണെങ്കിലൊക്കെ സെപ്പറേറ്റ് വേറൊരു ചട്ടിയിൽ വിത്ത് മുളപ്പിച്ചതിന് ശേഷം ആ ചെറിയൊരു ബോട്ടിലൂടെ നമ്മളിതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, ബോട്ടിൽ മാറ്റിയിട്ട് ആ ഒരു ഇച്ചിരി മണ്ണോട് കൂടിയിട്ടൊക്കെ ഇതുപോലെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം മണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പം ഞാനിതാ ഇപ്പം ഇതിൽ തീരെ മണ്ണ് ഉപയോഗിക്കുന്നില്ല. ആ ഒരു ചെടിച്ചട്ടിയിലുള്ള ആ ഒരു മണ്ണ് മാത്രമാണ് ഇട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കരിയിലയുടെ കൂടെ നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു വളമായി. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി പ്രത്യേകിച്ച് കുറച്ച് സമയത്തേക്ക് ഇതിന് വളപ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതാ നമ്മൾ ഈ ചട്ടിയിലത്തെ മണ്ണ് ഇങ്ങനെ കൊട്ടിയെടുത്തിട്ട്, ചട്ടി ഇതേപോലെ കൊട്ടിയെടുത്തിട്ട് നമ്മൾ ആ ഒരു മണ്ണോടുക്കനെയാണ് ഇട്ട് നമ്മൾ ഇറക്കി വെക്കുന്നത്. ഇതിലുള്ള ആ ഒരു മണ്ണ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഇരുമ്പാമ്പുളി നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ കൃഷി രീതിയിൽ ഞാൻ മണ്ണ് ഒട്ടും ഉപയോഗിക്കുന്നില്ല എന്നല്ല, കുറച്ച് മേൽമണ്ണ് മാത്രം ഇടുന്ന രീതിയിൽ മാത്രമാണ് മണ്ണ് ഉപയോഗിക്കുന്നത്. അധികവും ചകിരിയും ചിരട്ടയും അതുപോലെ തന്നെ ഇതേപോലെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റും കരിയിലയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എൻ്റെ കൃഷി രീതി. വെറുതെ നമ്മൾ പരിസരം മലിനമായി കിടക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ്. നമ്മൾക്ക് മണ്ണില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പരിസരമൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് അടുക്കളത്തോട്ടം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മണ്ണ് വേണമെന്നൊട്ടും നിർബന്ധമില്ല കേട്ടോ. ഇതേപോലെ കരിയില ഉണ്ടായാൽ മതി. നമുക്ക് ഒരുപാട് പച്ചക്കറികൾ കൃഷി ചെയ്യാം കേട്ടോ.
ഇതുപോലെ തന്നെ നമ്മൾ കരിയിലയും അതേപോലെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്പോസ്റ്റാണ് ഞാൻ ഇതിൻ്റെ മേലിൽ മണ്ണിന് പകരമായിട്ട് വിതറി കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ അടിയിൽ കിടക്കുന്ന നമ്മുടെ കരിയിലയും പച്ചക്കറിയും ഒക്കെ നമുക്ക് നന്നായിട്ട് അഴുകി ചേരണമെങ്കിൽ, നല്ല മണ്ണായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴ്ന്ന് ആ ഒരു കരിയില നമുക്കിങ്ങനെ തെവിച്ച് കഴിയുമ്പോൾ ഈ ഒരു ഇതിൽ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ താഴ്ന്നിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് കരിയില ഇട്ട് കൊടുക്കാം. മേലെ കുറച്ച് മണ്ണോ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ തൂക്കിയിട്ട് നമുക്ക് ഇതിങ്ങനെ താഴ്ന്നതിനനുസരിച്ചിട്ട് അത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. എന്തായാലും നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം അതിനൊന്ന് നനച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നനക്കേണ്ട ആവശ്യമില്ല. മഴക്കാല സമയത്ത് ഇതുപോലെയുള്ള വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ മാസം അത്യാവശ്യം നല്ല പച്ചക്കറികളും ഈ മാസത്തിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അതേപോലെ തക്കാളി, വെണ്ട, മുളക്, പയറൊക്കെ നമുക്ക് ഈ മാസങ്ങളിൽ നന്നായിട്ട് വിളവ് തരുന്ന വിഭവങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് ഇതേപോലത്തെ മരങ്ങളുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നടാൻ പോകുന്നത് നമ്മുടെ മൾബറിയുടെ കൊമ്പാണ് കേട്ടോ. മൾബറിയുടെ കൊമ്പ് ഇതേപോലെ നമുക്ക് നടാൻ പറ്റും. തൈ തന്നെ മേടിച്ച് വെക്കണമെന്നില്ല. നമ്മൾ മൾബറിയുടെ കൊമ്പ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതിൻ്റെ ആ നടാൻ പോകുന്ന ഭാഗം ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ യാതൊരു സംഭവങ്ങളിലും മുക്കിയെടുക്കുന്നില്ല. സുഡോമോണോസിലോ അതുപോലെ കറ്റാർ വാഴയിലോ ഒന്നും മുക്കിയെടുക്കാതെ ഇത് ഡയറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വേറൊരു ഫ്രിഡ്ജിൻ്റെ ബോഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇത് വേനൽക്കാലത്തുണ്ടായിരുന്ന പൊട്ടുവെള്ളരിയുടെ തൈയാണ് കേട്ടോ ഞാനിവിടെ നിന്ന് മാറ്റിയിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പൊട്ടുവെള്ളരി നമുക്ക് കായ അങ്ങനെ അധികം നന്നായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിയിട്ടുണ്ട്. അത് ഞാനൊരു ചെറിയൊരു ഗ്രോ ബാഗല്ല, നമ്മുടെ ചാക്കിൽ വെറുതെ കളയുന്ന ആ ചാക്കിൽ ആണ് വിത്ത് വെറുതെ മുളച്ചു വന്നതായിരുന്നു കേട്ടോ. അതിൽ നിന്നുണ്ടായ പൊട്ടുവെള്ളരി ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന മണ്ണ് അതിൽ കൊട്ടി കൊടുത്തിട്ട് ആ ഫ്രിഡ്ജിൽ നിറച്ചും കരിയില ഇതേപോലെ തന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഞാൻ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കരിയിലയോ. അപ്പോൾ അതിലാണ് ഞാൻ കൊമ്പ് കുത്തി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അത്യാവശ്യം മണ്ണൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ കിടക്കുന്നത് ഫുള്ളും കരിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചാക്കിലുണ്ടായിരുന്ന ആ ഒരു മണ്ണ് മാത്രം ഇതിൽ കൊട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കമ്പ് പിടിപ്പിക്കുന്ന സമയത്ത് ഇതേപോലെ മണ്ണ് കുറച്ച് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളത് എല്ലാ കമ്പും, എൻ്റെ കയ്യിൽ 4 കമ്പാണ് ഉണ്ടായിരുന്നത്, 4 കമ്പും കുത്തി കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പിടിക്കുകയാണെങ്കിൽ നമുക്കിത് ബാക്കിയുള്ളതിനൊക്കെ എടുത്ത് മാറ്റിക്കളയാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ 4 എണ്ണം ഒരുമിച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്കിത് പ്രൂണിങ് ചെയ്തിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മൾബറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മൾബറിയുടെ കമ്പ് പിടിപ്പിച്ച് നല്ല മൾബറി ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ആ ഒരു കമ്പ് അതിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ കമ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കൊരാൾ തന്നതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ നട്ടു കൊടുക്കുകയാണ്. എനിക്ക് പണ്ടേ മുതലേ മൾബറിയോട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. മൾബറി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മായിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു മൾബറി. എൻ്റെ വീട്ടിലത്തെ മൾബറിനെ എനിക്ക് അത്ര ഓർമ്മയില്ല, പക്ഷെ എൻ്റെ അമ്മായിയുടെ വീട്ടിലത്തെ മൾബറിനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ അവിടെ പോകുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മായിയുടെ വീട്. അപ്പോൾ അവിടെ പോകുമ്പോൾ വലിയൊരു മൾബറിയുടെ മരമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നിറച്ചും മൾബറി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറിച്ച് തിന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അന്നേ മുതൽ എൻ്റെ അടുക്കളത്തോട്ടത്തിലൊരു മൾബറി കൊടുന്ന് വെക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ ഒരു സമയത്ത് സാധിച്ചിരിക്കാൻ കേട്ടോ. ഇത് പിടിച്ച് നല്ല സെറ്റായിട്ട് വരണം. അപ്പം ഇനി ഇതേപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ പിടിപ്പിച്ചിട്ടുള്ള വേറൊരു ഐറ്റം കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ എന്താ പറയുക മരങ്ങളൊന്നും പിടിപ്പിക്കാൻ നമ്മൾക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായാൽ മതി, അത് നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കരിയില ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അടിയിലും കരിയില മുകളിലും കരിയില തന്നെ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ നന്നായിട്ട് തന്നെ കമ്പ് പിടിച്ചു കിട്ടാനും നല്ല സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ചീഞ്ഞു പോകാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ചീയാത്ത രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ ഡ്രെയിനേജ് ഹോളൊക്കെ സെറ്റ് ചെയ്യാൻ. നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഏതൊരു ബോക്സിലാണോ നമ്മൾ നടാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഡ്രെയിനേജൊക്കെ നല്ല കറക്റ്റായിട്ടുള്ളൊരു സംഭവത്തിൽ വേണം കേട്ടോ നമ്മളിത് നട്ടുപിടിപ്പിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പാണെങ്കിലും ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും കരിയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ഇതേപോലെ തന്നെ പിടിപ്പിച്ചിട്ടുള്ള ഒരു മാവാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാവാണ്. ഇതിൻ്റെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറിൽ തന്നെ
ബോക്സിൽ തന്നെ നമ്മൾ ഒരു മാവും 2 മാവൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ അതിൽ ഏതാണോ നല്ല രീതിയിൽ വളർന്നു വരുന്നത് അതിനെ നിർത്തി ബാക്കിയുള്ളതിനെ നമ്മൾ പിഴുതു മാറ്റിക്കളയിട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. മണ്ണില്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ തോട്ടത്തിലും ഇതുപോലെയുള്ള ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.